ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സവാള തൊലി കളഞ്ഞെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാബേജ്, ഒരു 2-3 കോവയ്ക്ക വേണമെങ്കിൽ എടുത്താൽ മതി. ഇവയെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് വേണ്ടത് ഒരു മാങ്ങയാണ്. നല്ല പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം. അതിൻ്റെ ഒരു കഷ്ണം മതി. ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് ലേശം ഒന്ന് ആയതിനു ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വേവ് കുറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. അവസാനമായിട്ടാണ് മാങ്ങ ഇടേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി. എരിവ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഇടാം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും. ഇതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടിയത് റെഡിയായി. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.